വെണ്ടയ്ക്കായും ഉരുളക്കിഴങ്ങും ഒന്ന് ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റിൽ ഒരു വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങും ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്. അപ്പോൾ അതിന് ആവശ്യമായ ചേരുവകളെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും തന്നെയാണ്. അപ്പോൾ അവയെ ഈ രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക. ഒരു സ്ക്വയർ രീതിക്ക് കട്ട് ചെയ്ത് വെച്ച് വെണ്ടയ്ക്കായും അതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടേത് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഇച്ചിരി കൂടുതൽ വേണം, കാരണം ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ആ വെണ്ടയ്ക്കയെല്ലാം ഈ രീതിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. മൊത്തം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 50%, ഒരു 75% ഫ്രൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കാരണം ഡയറക്റ്റ് എണ്ണയിലിട്ടിടുമ്പോൾ കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി കുറച്ച് കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് കൊടുത്താൽ അത് നന്നാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഈ എണ്ണ തിളയ്ക്കുന്നത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 75% ഓപ്പൺ പാനിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു 75% പാകമാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരാവുന്നതാണ് കേട്ടോ. ഈ വെണ്ടയ്ക്ക് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കുരുകുഴുപ്പ് പോകാനായിട്ട് ഈ രീതിക്കല്ല, വേറെ രീതിക്ക് നമ്മളിങ്ങനെ കനം കുറച്ച് അരിഞ്ഞ് ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ കുരുകുഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കുരുകുഴുപ്പ് മാറാനായിട്ട്, വഴുക്കൽ മാറാനായിട്ട് സാധിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിലേതാ നമ്മൾ മൊത്തമില്ല ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 75%-ഓളം ഫ്രൈ ആയി നമ്മളുടെ ചീനച്ചട്ടിയിൽ നിന്നും ഇതിനേതാ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം ബാക്കി എണ്ണയിലോട്ട് പിന്നെ ഇതിൽ വേണ്ട മസാലയാണ്. അത് വന്നിട്ട് 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറി ലീവ്സ് ഇല്ല. വറ്റൽമുളക് ഞാൻ പിന്നീടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്ന ഒരു കറിയിൽ നിന്ന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഈ ചാറ് കറി വയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ഡ്രൈ ആയിട്ടുള്ള ഇതിന് സൂക്ക സബ്ജി എന്നാണ് പറയുന്നത്. ഹിന്ദിക്കാരുടെ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് കേട്ടോ. അപ്പോൾ അവർ എപ്പോഴും ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ അവരുടെ നാട്ടിലുള്ള വെജിറ്റബിൾസും അതേപോലുള്ള ഇതിൻ്റെ കോളിഫ്ലവറൊക്കെ ഇട്ട് ചേർത്ത് ഇങ്ങനെയുള്ള ഡ്രൈ ആയിട്ടുള്ള സബ്ജി വയ്ക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ഈ ഉരുളക്കിഴങ്ങിനെയും ഇതേപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. ഇത് ഒരു 50-75% പിന്നെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്ത് കൊടുക്കും. വറ്റൽമുളക് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയി. പാകത്തിനുള്ളതാണ് ഞാൻ കയ്യിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എരിവിന് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് പിന്നെ വീണ്ടും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് ഒരു 50-75%-ഓളം 50% ഫ്രൈ ആകുമ്പോൾ ആണ് പിന്നെ നമ്മളിന്ന് വേവിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിനെ ഇതേപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ വെള്ളത്തിലിട്ട് വയ്ക്കണം. കറി വയ്ക്കേണ്ട സമയമാകുമ്പോഴാണ് വെള്ളത്തിൽ നിന്ന് മാറ്റേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇത് കഷ്ണങ്ങൾ കറുത്തു പോകും. അപ്പം ബിഗിനേഴ്സിനൊക്കെ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ടിപ്പ് പറയുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ 1 കപ്പ് സവാള. ഉരുളക്കിഴങ്ങ് നേരത്തെ നമ്മൾ കഴുകി മാറ്റി പാത്രത്തിലോട്ടൊക്കെ വയ്ക്കുമ്പം അതിൻ്റെ കളർ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സമയത്തിന് തന്നെയാണ് വെള്ളം വാർത്തെടുത്തിട്ട് ഇങ്ങനെ വെള്ളം വാർന്നതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇതിൽ ഞാൻ ഇച്ചിരി വെള്ളവും കൂടി തളിച്ച് വെച്ചാണ് ഒന്ന് അടച്ച് വെച്ചത്. കാരണം ഇത് വേകാനുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എണ്ണയിൽ ഒരു 50-60% ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിനെ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചതിനെ വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരിയും കൂടി വേകണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇനി അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഈ സബ്ജി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇതായി വെണ്ടയ്ക്ക ഈ സമയത്തുണ്ട്. ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പോൾ 3/4 വേവായ വെണ്ടയ്ക്കായും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യും. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ രണ്ടും കൂടി നല്ലപോലെ യോജിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ് കേട്ടോ. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു സിമ്മിലിട്ട് വയ്ക്കുമ്പോൾ ഇതൊന്ന് രണ്ടും കൂടി മിക്സായി രണ്ട് പാകമാകും. അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ നമ്മൾ മിക്സ് ചെയ്ത് ഇതാക്കിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത് വീണ്ടും ഒരു ഞാൻ 5 മിനിറ്റ് ഒരു മഞ്ഞൾപ്പൊടി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പം ഇത് ഏകദേശം വേഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനടുത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് കടിച്ച് പാകത്തിന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തോന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം വീണ്ടും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നമ്മളിത് വയ്ക്കുക. വീണ്ടും അടച്ച് വീണ്ടും ഇതിന് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ ഇത് നല്ല ഒരു വെണ്ടയ്ക്കായുടേതാണ്. വെണ്ടയ്ക്ക എപ്പോഴും നമ്മൾ വേറെ രീതിക്കല്ലേ വയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് വെണ്ടയ്ക്കായും ഉരുളക്കിഴങ്ങും കൂടി വയ്ക്കുമ്പോൾ ഈ ഇങ്ങനെ വയ്ക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു കറിയാണ്. അപ്പം അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കുറച്ച് ചേരുവകളും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്ന് പൂർണ്ണമായിട്ടും അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നടുത്ത് വെച്ച് നോക്കുമ്പോൾ വെന്ത് വന്ന് മനസ്സിലായതിന് ശേഷം നമ്മളിത് ബാക്കി ചേരുവയിൽ ചേർക്കണം. അപ്പോൾ ഇത് 1 ടീസ്പൂണ് ഗരം മസാല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് ഇതിന് ഞാൻ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകോ കുരുമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് കൂടി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിതിനെ നല്ലപോലെ അടച്ച് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി വേണമെങ്കിൽ ചേർക്കുന്നവർക്ക് ചേർക്കാം. അത് സവാള ചേർക്കുന്ന സമയത്ത് ഒരു തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അല്പം പുളിപ്പിൻ്റെ ഇതും കൂടി കിട്ടും. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചിലരിതിൽ 1 ടീസ്പൂൺ നാരങ്ങയും കൂടി ചേർത്ത് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ കറിയുടെ ഇവിടെ നല്ലപോലെ പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം ചപ്പാത്തിയുടെ കൂടെ നമുക്ക് എപ്പോഴും ചാറ് കറി കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ കറി പീസും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ഈ മല്ലിയില ഇല്ലാതെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ കണ്ടോ, പാത്രത്തിലോട്ട് ഇതിനെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത്. അടിപൊളി സെറ്റിൽ നല്ലൊരു അടിപൊളി രീതിക്ക് വെണ്ടയ്ക്കായും ഉരുളക്കിഴങ്ങിൻ്റെയും ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.